നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായി, നാടിൻ്റെ വിധി തീരുമാനിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആരാണ് ഭരണത്തിൽ വരിക എന്നുള്ള ആകാംക്ഷ നമ്മുടെയൊക്കെ ഓരോ വോട്ടറുടെയും ഉള്ളിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇതുവരെ പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ ശതമാനമാണ്. കേരളത്തിൽ വോട്ട് ചെയ്തത് 78.03% പേരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനങ്ങളിൽ ഏർപ്പെടുന്നു. ഒപ്പം കണക്കുകൾ പലരും വിജയ ശതമാനം എത്രയായിരിക്കും, ആരാണ് അധികാരത്തിലെത്തുക എന്നൊക്കെയുള്ള വിശകലനങ്ങൾ ഒക്കെ പുറത്തുവിടുന്നുണ്ട്, പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. 1, പോളിംഗ് ശതമാനം; 2, ഭരണവിരുദ്ധ അനുകൂല സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്; 3, പ്രതിപക്ഷ അനുകൂല വിരുദ്ധ സാധ്യത എത്രത്തോളം എന്ന്; 4-മത്തേത് BJPയുടെ വോട്ടുണ്ടാക്കുന്ന വിള്ളൽ. ഇത് നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിൽ പലരും ചർച്ച ചെയ്ത കാര്യമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസം നടൻ ജഗദീഷ് നടത്തിയൊരു വിലയിരുത്തലിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണപക്ഷത്തെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അതിനെതിരായ വോട്ടുകൾ കൂടുതൽ, ഇപ്പോൾ LDF മുന്നണിയേക്കാൾ കൂടുതൽ വോട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്താൽ ഈ സർക്കാർ താഴെ വീഴും. പക്ഷേ ആ വോട്ട് വിണ്ടുകീറി പോവാണല്ലോ. ഒന്ന് UDF ആയിട്ടും ഒന്ന് BJP ആയിട്ടും പോവുകയാണ്. ഈ BJP ആയിട്ട് പോകുക എന്നുള്ളത് കഴിഞ്ഞ 1-2 ദശകങ്ങളായി കേരളം നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൂടിക്കൂടി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഭരണത്തെ വീഴ്ത്താൻ ഇത് ഒരുമിക്കേണ്ട സംഗതികൾ സ്പ്ലിറ്റായി പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആര് ഭരണത്തിലിരുന്നാലും അത്തരമൊരു 3 മുന്നണികൾ തമ്മിലുള്ള ഒരു കാര്യം, അതിനൊരു കണക്ക് ജഗദീഷ് പറയുന്നുണ്ട്. അത് വളരെ യുക്തിസഹമായൊരു കാര്യമാണ്. ഇതുകൂടി പശ്ചാത്തലമാക്കിയിട്ട് വേണം നമ്മൾ കാണാൻ. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ കേരളത്തിൽ പലവിധ പ്രവചനങ്ങൾ വരുന്നുണ്ട്. ആ പ്രവചനങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ആദ്യം നമുക്ക് UDFൻ്റെ കാര്യം നോക്കാം. കാര്യമായ ആത്മവിശ്വാസം UDFനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തങ്ങളുടെ നേരത്തെ തന്നെ അദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 100 സീറ്റിന് മുകളിൽ ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഭംഗിവാക്കായി പറഞ്ഞതല്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് ഇന്ന് അറിയിച്ചു. അതിന് കാരണമായി അദ്ദേഹം പറയുന്നൊരു കാര്യം, UDFനെ നേരത്തെ വിട്ടുപോയ 95% സോഷ്യൽ ഗ്രൂപ്പുകൾ, അതായത് ന്യൂനപക്ഷങ്ങൾ, മറ്റ് വിവിധ മത ജാതി വിഭാഗത്തിലുള്ള ആളുകൾ ഒക്കെ തിരിച്ചെത്തി. അതുകൊണ്ട് 100 സീറ്റ് UDFന് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം 5 ജില്ലകളിൽ 43 സീറ്റുകൾ തൂത്തുവാരും, അതായത് 5 ജില്ലകളിലെ ക്ലീൻ സ്വീപ്പാണ്, എല്ലാ സീറ്റും നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നു. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്. മലപ്പുറത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വെച്ച് നോക്കുമ്പം സ്വാഭാവികമായി സംഭവിച്ചുകൂടായില്ലാത്തൊരു കാര്യമാണ്. മറ്റ് ജില്ലകളിൽ എങ്ങനെയാണ് എന്നുള്ളത്, എത്ര സീറ്റ് പിടിക്കാൻ പറ്റും. വയനാട്ടിലും 3 സീറ്റുകളിൽ ഒന്നുകൂടി പിടിച്ചാൽ അത് നടക്കും. മറ്റ് ജില്ലകളിൽ എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് വിലയിരുത്തുമ്പം പ്രവചനം അസാധ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ജില്ലകളിൽ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചു എന്നും അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പോളിംഗ് ശതമാനത്തിലെ വർധനയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന. കൂടുതൽ ആത്മവിശ്വാസം ഈ കണക്കിനോട് ചേർത്ത് നിർത്താൻ വിശകലനത്തിന് അടിസ്ഥാനമാക്കാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഒരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം ഇന്ന് നടത്തുന്നുണ്ട്. അത് നേരിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ വിശകലനത്തിന് ഉള്ളതല്ലെങ്കിൽ കൂടി CPMലെ സോഷ്യൽ, അതായത് വിട്ടു നിൽക്കുന്ന ആളുകളെ 7 സ്ഥാനാർത്ഥികൾ CPMൽ നിന്നും LDFിൽ നിന്നും വന്ന ആളുകളുണ്ട്. അത് V കുഞ്ഞികൃഷ്ണൻ മുതൽ PV അൻവറിനെ നേരത്തെ വന്നു. ഒപ്പം G സുധാകരൻ വരെ CPMൽ നിന്നും വിട്ടുവന്ന ആളുകളെ 1 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ സംസാരിച്ച് ക്രമേണയാണ് അവർ ഇങ്ങനെ വന്നത് എന്നാണ്. അതായത് G സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നത്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്നെ അവഗണിക്കുമ്പം ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണല്ലോ. അതിന് പിന്നാലെ UDF എനിക്ക് പിന്തുണ തന്നതാണ്, വേറൊന്നുമല്ല എന്നാണല്ലോ. പക്ഷേ അത് കള്ളമാണ്. G സുധാകരൻ പറഞ്ഞത് ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് VD സതീശൻ്റെ പ്രസ്താവന. കാരണം നേരത്തെ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് സുധാകരൻ ക്രമത്തിൽ പാർട്ടിയുമായി അകലുന്നു, മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുന്നു, നാടകീയമായി അസുഖവുമായി ബന്ധപ്പെട്ട് KC അടക്കമുള്ള ആളുകൾ ഇടക്കിടക്ക് വീട്ടിൽ പോയി ചർച്ച നടത്തുന്നു. അങ്ങനെ ഒടുക്കം അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഒന്നും അറിയാത്ത പോലെ UDF പിന്തുണ കൊടുക്കുന്നു എന്നുള്ള നറേറ്റീവ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ നാടകം കളിച്ചത് ശരിയായിരുന്നില്ല, അത് നേരത്തെ ചർച്ച നടത്തിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സതീശൻ്റെ 100 സീറ്റിന് മുകളിൽ നേടും എന്നുള്ള വാക്കുകൾക്ക് ബലം നൽകുന്ന ചില പ്രവചനങ്ങൾ കൂടിയുണ്ട്. അതിൽ 2 ഞാൻ നോക്കാം. ഒന്ന് CP റാഷിദിൻ്റേതാണ്.
സമീപകാലത്ത് നമുക്കറിയാവുന്നതുപോലെ CP റാഷിദ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തുടർഭരണം പ്രവചിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രവചിച്ചത് നടക്കാതെ പോയിട്ടുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ UDFന് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്, അത് നടന്നില്ല. കേരളത്തിന് പുറത്ത് ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ നടന്നിട്ട് എങ്കിൽ പോലും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചത് നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ ഞാനും ഉറ്റുനോക്കിയിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം നോക്കാം. UDFന് 91 മുതൽ 102 സീറ്റ് വരെ ലഭിക്കും എന്നാണ് റാഷിദ് പറയുന്നത്. 41.5% മുതൽ 45% വരെ സീറ്റ്. LDFന് 38 മുതൽ 48 വരെ സീറ്റ്. 36.5% മുതൽ 39.5% വരെ. NDAക്ക് 1 മുതൽ 3 വരെ സീറ്റ്. 14% മുതൽ 17% വരെ. 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ട്, അവരോട് ചേർന്ന് നിന്ന വോട്ട് പരിപൂർണമായി റിവേഴ്സ് സ്വീപ്പ് ആയത് ഒരു കാരണമായി CP റാഷിദ് പറയുന്നു. രണ്ടാമത്തേത് സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി, അത് ഇടതിൻ്റെ അടിസ്ഥാന അനുഭാവ വോട്ടർമാരെ നിരാശപ്പെടുത്തി. മൂന്നാമത്തേത് രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ നിരാശപ്പെടുത്തി. നാലാമത്തേത് മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ ഇടിവ് സംഭവിച്ചു. ഇവയാണ് കാരണമായി റാഷിദ് പറയുന്നു 102 സീറ്റ് വരെ UDF നേടും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. രണ്ടാമത്തേത് നന്ദകിഷോറിൻ്റെ പ്രവചനമാണ്. അദ്ദേഹം പറയുന്നത് LDFന് 60ഉം UDFന് 78 സീറ്റ് കിട്ടും, NDAക്ക് 2 സീറ്റും, അങ്ങനെ UDF അധികാരത്തിൽ വരും എന്നാണ്. മൂപ്പര് ഓരോ ജില്ലയെടുത്ത് പറയുന്നുണ്ട്, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. LDFന് തുടർഭരണം കിട്ടില്ല എന്ന് പറയുകയും UDFന് 100-ന് മേൽ കിട്ടും എന്നും പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായി പുറത്തേക്ക് കാണാവുന്ന 2 പ്രധാനപ്പെട്ട സർവേകളാണ്. സർവേ അല്ല, അതൊരു പ്രവചനം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ സതീശനടക്കമുള്ള ആളുകളുടെ അവകാശവാദവും നമ്മുടെ മുമ്പിൽ. ഇനി LDFൻ്റെ കാര്യം എങ്ങനെയാണ്? തുടർഭരണം കിട്ടും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് മുതൽ TP രാമകൃഷ്ണൻ വരെ, കൺവീനർ വരെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിലും സീറ്റ് കുറയും എന്നുള്ള നിഗമനത്തിലാണ് അവരുടെ ക്യാമ്പ് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 75 മുതൽ 85 വരെ സീറ്റ് ലഭിക്കും എന്നാണ് അവരുടെ അനൗദ്യോഗികമായ കണക്ക്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു കണക്ക് അവർ ഔദ്യോഗികമായി പറയുന്നില്ല. എന്നാലും തുടർഭരണം ഉറപ്പാണെന്ന് ഗോവിന്ദൻ മാഷും TP രാമകൃഷ്ണനും അവകാശപ്പെടുന്നുണ്ട്. പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനമില്ല എന്ന് കേരളത്തിലെ സമീപകാല ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത് SIR നടപ്പായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള കാരണം SIR ആണ് എന്നാണ്. ഇന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, പോളിംഗ് ശതമാനം വർദ്ധിച്ചത് നമുക്ക് അനുകൂലമാകും, SIR നമുക്ക് പോസിറ്റീവായി എന്നാണ് പറയുന്നത്. ഇന്നലെ വരെ നമ്മൾ SIRനെതിരെ സമരം ചെയ്തതാണ്, ഇന്ന് പറഞ്ഞ SIR കോൺഗ്രസിന് ഗുണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കൂടി വെച്ച് നോക്കുമ്പം മാക്സിമം വോട്ട് ചെയ്യാനുള്ളവരുടെ പട്ടികയാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി പോളിംഗ് ശതമാനം വർദ്ധിക്കും. മാത്രമല്ല, മുൻകാലങ്ങളിലെ ഉയർന്നതും താഴ്ന്നതുമായ പോളിംഗ് ശതമാന കണക്കിൽ ഭരണത്തിലെത്തിയവരുടെ കൂടി സ്ഥിതി നോക്കിയാൽ അതിൽ പൊതുവായ മാനദണ്ഡം അധികം പ്രവർത്തിച്ചിട്ടില്ല എന്ന് വ്യക്തമാകും. നേരത്തെ VD സതീശൻ പറഞ്ഞ പോലെ UDFന് അനുകൂലമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചും വ്യാഖ്യാനിക്കാം, LDFന് അനുകൂലമാണെന്നും വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യം ഉണ്ട്. അതേസമയം തുടർഭരണ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് ചില നിഗമനങ്ങൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ, കേരളം മുഴുവൻ സഞ്ചരിച്ച മാധ്യമപ്രവർത്തകൻ രാജീവ് രാമേന്ദ്രൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ചില നിഗമനങ്ങൾ രൂപീകരിക്കാൻ കഴിയും. അദ്ദേഹം 2 ജില്ലകൾ ഒഴികെ നടത്തിയ യാത്രയിൽ ചില നിരീക്ഷണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഓരോരുത്തരുടെ നിർവചനം അനുസരിച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അന്യവൽക്കരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ തോത് ആണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, LDFൻ്റെ വോട്ട് നഷ്ടം. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് വെള്ളാപ്പള്ളിയുടെ ഇടപെടലൊക്കെ പറയുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് തരക്കേടില്ലാത്ത സർക്കാർ വിരുദ്ധത ഉണ്ട്. ഇതിനെല്ലാം ചേർത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാമെങ്കിൽ അത് തീർച്ചയായും നിലവിലുണ്ട്. കൂടാതെ നാടുനീളെ പിണറായിയുടെ മുഖം മാത്രം, സർക്കാരിൽ മറ്റാരുമില്ലേ, ഈ വികാരമുണ്ട്. പക്ഷേ ഇടത് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലല്ലേ പിണറായിയുടെ മുഖം വരുന്നത്? വിശ്വഗുരുവിനെ പോലെ ഞാനിസ് എവിടെയും ഇല്ലല്ലോ, മോദിനെ പോലെ ഉള്ള സമീപനം ഇല്ലല്ലോ എന്ന് അവരോട്, ആ സംശയമുള്ള അവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുന്നവരാണ് ഏറെയും. പക്ഷേ ഈ ചോദ്യവുമായി ആരെങ്കിലും അവരെ സമീപിച്ചിരുന്നോ, ക്ലാരിറ്റി വരുത്താൻ സഹായിച്ചിരുന്നോ എന്നത് അവ്യക്തമാണ്. അതിവൈകാരികമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ സർക്കാർ, ഡോക്ടറും പോലീസും ഒക്കെ പ്രശ്നക്കാരാണ്. അതിൽ മതവൈകാരികത കൂടി ചേരുമ്പോൾ ഹൈലി ഇൻഫ്ലെയിമബിളായ ടെറിട്ടറികളായി ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ഹർഷീനയും കത്രികയുമാണ് ചിലയിടങ്ങളിലെങ്കിലും UDFൻ്റെ പ്രധാന പ്രചരണായുധങ്ങൾ. മുഖ്യമന്ത്രിയും റിയാസും കഴിഞ്ഞാൽ ഹേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ പ്ലാറ്റിനം പ്ലേ ബട്ടൺ നേടിയ മന്ത്രി വീണ ജോർജാണ്. കൂട്ടത്തിൽ നിന്ന് ഉച്ചിക്കൊമ്പിലേക്ക് ചാടിയവളോടുള്ള കൂട്ടുകുരങ്ങളുടെ കണ്ണുകടി ആ എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്നുമുണ്ട്.
വികാരം മാറ്റി താരതമ്യ കണക്കുകൾ എടുത്താൽ ആശുപത്രിയും പോലീസ് സ്റ്റേഷനും എല്ലാം എക്കാലത്തേക്കാളും മെച്ചമാണ്. പക്ഷേ ഇത്തരം വൈകാരിക പ്രചരണത്തെ മറികടക്കാനുള്ള അധിക പ്രയത്നം LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നതിനെയാണ് UDFും BJPയും രാഷ്ട്രീയ പ്രചരണം എന്ന് വിളിച്ചത്. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ മൈക്കിൽ ശ്വാസം വിടാതെ വിളിച്ചു പറയുന്നത് പേരാവൂർ മുതൽ നേമം വരെ കേട്ടു. പാലത്തായിലെ പെൺകുട്ടിയെയും ഉമ്മയെയും ശൈലജ ടീച്ചർ മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന കഥ ഒരു ചോട്ടാ ലീഡർ ഗദ്ഗത കണ്ഠ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിയിൽ കേട്ടു. UDFിൻ്റെ വർദ്ധിതമായ ആത്മവിശ്വാസത്തിൻ്റെ കാരണം അതാണ് രാജീവ് രാമേന്ദ്രൻ്റെ നിരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോഴാണ് പിടികിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ? 2006 അവരിൽ നിന്ന് വിട്ടുപോയ വിഭാഗങ്ങളിൽ 95% തിരിച്ചെത്തി എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 2024 മുതലുള്ള UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോൾ പാർട്ടികളുടെ സഖ്യം മാത്രമല്ല, മറിച്ചൊരു വിശാല രാഷ്ട്രീയ പൊതുവേദിയാണത്രേ. അതിൽ ഇടത് സഹയാത്രികരുമുണ്ട്. പുള്ളിയുടെ അഭിപ്രായത്തിൽ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തുണ്ടായിരുന്നവരും കൂടിച്ചേർന്നതാണ് പുതിയ UDF. എന്തായാലും മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചതുപോലെ തോന്നി. ആശയ സ്രോതസ് പിടികിട്ടാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല. മാധ്യമം പത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ അതുപോലെ അദ്ദേഹം ഉദ്ധരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മുഴങ്ങുന്ന നിശബ്ദത തരംഗ സൂചനയോ എന്നായിരുന്നു മാധ്യമം പത്രത്തിൻ്റെ അനാലിസിസ്. ഗണിതത്തിൽ തെളിയുന്നത് കടുത്ത മത്സരമാണ്. അവിടെ AP സുന്നികളും ഒക്കെയുള്ളവരുടെ നിലപാട് അതീവ നിർണായകം തന്നെയാണെന്ന് കരുതുന്നു. LDFിൻ്റെ ആത്മവിശ്വാസം സോഷ്യൽ മീഡിയ അൽഗോരിത നിർമ്മിതിയും UDFിൻ്റെത് ഗ്രൗണ്ട് റിയാലിറ്റിയുമാണെന്ന വാദത്തിന് വലിയ അടിസ്ഥാനമുണ്ടെന്ന് തോന്നില്ല. ഇടതുപക്ഷത്തേക്കാരെക്കാൾ വലിയ ഇക്കോ ചേംബർ ഫിൽട്ടർ ബൾബിനകത്തേക്കാണ് പഴയ സോളിഡാരിറ്റി പോരാളികൾ UDF അണികളെ നേതാക്കളെ വലിച്ചിട്ടിരിക്കുന്നത്. ഷാഫിക്ക് നിന്നിരുന്നെങ്കിൽ പിണറായി ധർമ്മടത്ത് തോറ്റേനെ എന്ന് പ്രചരിപ്പിക്കാൻ മാത്രം ശക്തമാണ് ആ എക്കോസിസ്റ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ അത്ര നൈഷ്ഠിക ശക്തി ശബരിമലക്ക് കാണുന്നില്ല. പകരം വയനാട്ടിൽ ഇനിയും നിർമ്മിക്കാത്ത ചില വീടുകൾക്ക് തീ പിടിച്ചിട്ടുമുണ്ട്. സ്വർണം കട്ടത് ആരപ്പ എന്നതിനേക്കാൾ മൂർച്ച ഇപ്പോൾ ഫണ്ടെവിടെ വീടെവിടെ കോൺഗ്രസ് എന്ന ചോദ്യത്തിനാണ്. കടുത്ത പോരാട്ടം അംഗീകരിച്ചാൽ പോലും ഇടതിൻ്റെ മൂന്നാം വരവ് വളരെ റിയലിസ്റ്റിക് ആയൊരു സാധ്യത തന്നെയാണ്. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും M സ്വരാജിന് നൽകണം. അത്ര വലിയ അട്ടിമറിയാണ് ഈ ശവം തൂക്ക് വാർത്താ സമ്മേളനം ഒന്നുകൊണ്ട് മാത്രം അയാൾ നടത്തിയത്. സമീപകാലത്തൊന്നും ഇത്രയും ഡിസിസീവായ അജണ്ട സെറ്റ് ചെയ്യാനും അതിനൊത്ത് പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡ് ചെയ്യാനും LDFിനോ CPMനോ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം തൻ്റെ ഈ വിശകലനത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നു. നീണ്ട ഒരു കുറിപ്പാണ്, മുഴുവൻ വിശകലനത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതായത് നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്കപ്പുറത്ത് നിലവിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള നിഗമനങ്ങൾ അത്രയധികം ശരിയല്ല, അസ്ഥാനത്താണ് എന്ന കാര്യമാണ് ശതമാന കണക്കും ഗ്രൗണ്ട് റിയാലിറ്റി അടക്കമുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതേസമയം പ്രസക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അത് UDFിന് അനുകൂലമായിട്ടുള്ള ന്യൂനപക്ഷ കൺസോൾട്ടേഷനിലേക്ക് സൂചിപ്പിക്കുന്ന ചില പോയിന്റുകളാണ്. അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ലോക്സഭയിലും തദ്ദേശത്തിലും കണ്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അനുകൂലമായി മാറും എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നിലവിൽ LDFിന് നിയമസഭയിൽ 98 സീറ്റാണുള്ളത്, UDFിന് 42. ഭരണം മാറാൻ 29 സീറ്റ് വേണം. അതായത് UDF 29 സീറ്റ് അധികം പിടിക്കണം. 42 എണ്ണം നിലനിർത്തുകയും വേണം, 29 സീറ്റ് അധികം പിടിക്കുകയും വേണം. ഈ നാട് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ അനുകൂല തരംഗം UDFിനായി വീശിയടിക്കണം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓരോ സീറ്റ് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ജില്ലയിലെ സീറ്റുകൾ എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അത് എത്രമാത്രം സാധ്യമാകും എന്ന് സംശയം ഉന്നയിക്കുന്നവർ ഉണ്ട്. പക്ഷേ UDFിന് അനുകൂലമായി 100-ലധികം സീറ്റ് എന്ന് പറയുമ്പോൾ അവർ വിലയിരുത്താൻ അടിസ്ഥാനമാക്കുന്നത് കംപ്ലീറ്റ് തരംഗമാണ്. അത്ര വലിയ ഒഴുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒഴുക്കുണ്ടാകാൻ മാത്രം കേരളത്തിൽ അടിസ്ഥാന വിഭാഗ ജന വോട്ടുകളിൽ പൊതു വോട്ടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ടുള്ള ഒഴുക്കുണ്ടാകുമോ എന്നുള്ളതാണ് ബാക്കിയാകുന്ന ആകാംക്ഷ. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം വിശകലനങ്ങൾ നമുക്ക് 4-ാം തീയതി വരെയുള്ള ഒരു ആകാംക്ഷ പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള വിശകലനം നടത്താം എന്നുള്ളതാണ്. 4 വരെ കാത്തിരുന്നാലേ അന്തിമ ഫലം കൃത്യമായി നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണെങ്കിലും അതുവരെയുള്ള ആകാംക്ഷ പൂരിപ്പിക്കാൻ ഇനിയും വിശകലനങ്ങളുമായി നമുക്ക് ഇതുപോലെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.